أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം സന്തോഷം എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലും ആക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ 231 എടുത്ത 3 ആയത്തുകളാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ 3 സൂറത്ത് ആയത്തുകളാണ് നമ്മൾ എടുത്തത്. ഇന്നത്തെ വീഡിയോ 132 ഇതിലെടുക്കുന്നത് 4-ാമത്തെ ആയത്ത് മുതൽക്കാണ്. 4ഉം 5ഉം ആയത്തുകൾ വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. വല്ലദീന എങ്ങനെയുള്ള മുത്തഖീങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ മുത്തഖീങ്ങൾ അല്ലദീന യുമിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് വിശ്വസിക്കും. യുഖീമൂന സ്വലാത്ത, നമസ്കാരം കൃത്യമായി നിർവഹിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് ചെലവഴിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. പിന്നെ എങ്ങനെയുള്ള മുത്തഖീങ്ങളാണ് 4-ാമത്തെ ആയത്തേട്ട. വല്ലദീന എങ്ങനെയുള്ള മുത്തഖീങ്ങൾ യൂമിനൂന, അവർ വിശ്വസിക്കും. ബിമാ ഉൻസില ഇലൈക, നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ അവർ വിശ്വസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത് എന്താ? ഖുർആനാണ്. ആ ഖുർആനിൽ അവർ വിശ്വസിക്കും. വമാ ഉൻസില മിൻ ഖബ്ലിക, നിങ്ങളുടെ മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ടത് ഏതാണോ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കും. അവർ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഖുർആനും ഖുർആനിൻ്റെ മുമ്പുള്ള ഗ്രന്ഥങ്ങളും സമാവിയായ കിതാബുകൾ അതേതാ? തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, പിന്നെയുള്ള സുഹഫുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അള്ളാഹു ശരീഅത്തിന്, അതാത് പ്രവാചകന്മാരുടെ ശരീഅത്തിന് വേണ്ടിയിട്ട് നിയമങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. 1,00,000 പരം പ്രവാചകന്മാരുണ്ട്. അതിൽ മുർസലീങ്ങൾ 313 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 313-ൽ ഉലുൽ അസ്മികൾ 5 പേരാണ്. അതിൽ വെച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ എല്ലാവരുടെയും നേതാവാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലുൽ അസ്മികളിലും പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് എന്ന് നബിയെ സംബന്ധിച്ച് പറയുന്നത്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സ്ഥാനമുള്ള ആള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നബിക്ക് ഇറക്കിയ കിതാബ് ഖുർആനാണ്. ഈ ഖുർആനിൽ വിശ്വസിക്കും. ഖുർആൻ അള്ളാഹു ദൈവികമാണെന്നും അള്ളാഹു ഇറക്കി കൊടുത്തതാണെന്നും 23 വർഷക്കാലം കൊണ്ട് അള്ളാഹു ഇറക്കി കൊടുത്തതാണ് ഖുർആൻ എന്നും ഉള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കും. അതിന് ഒരു നിലക്കും ഖുർആനിനെ എതിർക്കുകയോ അതല്ലെങ്കിൽ അതിനോട് അനാവശ്യമായ ചിന്താഗതികളോ അല്ലെങ്കിൽ ജൽപ്പനങ്ങളോ ഇല്ലാതെ കണ്ട് ഖുർആൻ സത്യസന്ധമാണെന്നും അള്ളാഹു ഇറക്കി കൊടുത്തതാണെന്നും അള്ളാഹു പ്രവാചകനെ ഇറക്കി കൊടുത്തതാണെന്നും 23 വർഷക്കാലം കൊണ്ടാണ് ഖുർആൻ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി കൊടുത്തതെന്നും ഇങ്ങനെയുള്ള വിശ്വാസം അത് ഉണ്ടാവണം. പിന്നെ വമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് ഉള്ള പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടും അവർ വിശ്വസിക്കും. അത് ഏതൊക്കെ? തൗറാത്ത്, ഇഞ്ചീല്, മൂസ നബിക്ക് തൗറാത്ത് ഇറക്കി കൊടുത്തു. ഇഞ്ചീല് ഈസാ നബിക്ക് ഇറക്കി കൊടുത്തു.
പിന്നെ സബൂർ ദാവൂദ് നബിക്ക് ഇറക്കിക്കൊടുത്ത്, പിന്നെ കുറെ സുഹഫുകളുണ്ട്, ഏടുകളിൽ നിന്നാണ് പറയപ്പെടുന്നത്. ആ ഏടുകൾ ഇറക്കി കൊടുത്തു. ഇതിലെല്ലതും ഉള്ളത് അതാത് പ്രവാചകന്മാരുടെ കാലത്തുള്ള ശരീഅത്ത് നിയമങ്ങളാണ്. ആ ശരീഅത്ത് നിയമങ്ങൾ ഇപ്പൊ ഖുർആനിലും അങ്ങനെ തന്നെ. ഇപ്പൊ അൽ-ബഖറ സൂറത്തിൽ എന്തെല്ലാം നിയമങ്ങളുണ്ട്, കണ്ടമാനം നിയമങ്ങളുണ്ട്. അത് നമ്മൾ ആ ആയത്തുകൾ നമ്മൾ സമീപിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പറയാം. മൊത്തത്തിൽ പറയുന്നിട്ട് കാര്യമില്ല. മൊത്തത്തിൽ പറയാമെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോ ഖുർആനിൽ മൊത്തം കുറേ അധികം നിയമങ്ങളുണ്ട്, വളരെയധികം നിയമങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഖുർആനിൽ മൊത്തം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്ന പോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. അത് സത്യസന്ധമാണെന്നും അത് ഇപ്പോൾ കാലാഹരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നും അത് വളരെയധികം കൃത്യമായ ഗ്രന്ഥങ്ങളാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്രന്ഥങ്ങളാണ് എന്നുള്ള വിശ്വാസമാണ് നമ്മൾ നിലനിർത്തി പോരേണ്ടത്. അതിലുള്ള കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ അമല് ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടുമില്ല. പിന്നെ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? ഇപ്പോൾ ഖുർആൻ മാത്രമാണ്. തൗറാത്തിലുള്ള നിയമം എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ അമല് ചെയ്യേണ്ടതില്ല. ഇഞ്ചിയിലുള്ള നിയമം നോക്കിയിട്ട് അമല് ചെയ്യേണ്ടതില്ല. അതല്ലെങ്കിൽ മറ്റുള്ള ഏടുകളിൽ എന്താണ് പറഞ്ഞതെങ്കിൽ ആ നിയമങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതെല്ലാം ഈ ഖുർആൻ വന്നതോടുകൂടി അതെല്ലാം അതിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ളത്. ആ ഖുർആൻ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് വിശ്വസിക്കുകയും ചെയ്യുക. പക്ഷെ എല്ലാവരുടെയും ഗ്രന്ഥങ്ങൾ, എല്ലാ പ്രവാചകന്മാർക്കും കിട്ടിയ ഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർക്ക് കിട്ടിയ സമാവിയായ കിതാബുകളാണ് ഇപ്പൊ ഈ പറഞ്ഞ തൗറാത്തും ഇഞ്ചീലും സബൂറും. ഖുർആൻ അതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പൊ ഈ ഗ്രന്ഥങ്ങള് എല്ലാം സത്യസന്ധമാണെന്നും അത് അള്ളാഹു ഇറക്കി കൊടുത്തതാണെന്നും നബിയുടെ വരവോടുകൂടി അത് പിന്നെ അത് അനുസരിച്ച് ജീവിക്കേണ്ടതില്ല എന്നും മുഹമ്മദ് നബി വന്നതോടുകൂടി മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും ഖുർആൻ റസൂലിന് ഇറക്കി കൊടുത്ത കിതാബാണെന്നുമാണ് വിശ്വസിക്കേണ്ടത്. അപ്പൊ അത് അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് മുത്തഖിയാവുള്ളൂ. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. പരലോകം കൊണ്ട് അവര് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഈ മുത്തഖികള് പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പരലോകം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ട് ഖബറ് നമ്മൾക്ക് കാണാൻ കഴിയും. അത് പരലോകമല്ല, അത് ബർസഖിയായ ലോകമാണ്. അപ്പോ ദുന്യാവ് കഴിഞ്ഞാൽ ബർസഖ്, ബർസഖ് കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ പിന്നെ പരലോകം. ഈ പരലോകത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്വർഗം, നരകം, അവിടെ സിറാത്ത്, പിന്നെ ഹിസാബ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതില് ഉറച്ച നിലയ്ക്ക് വിശ്വസിക്കുക. യാതൊരു സംശയത്തിന് അവകാശമില്ലാത്ത വിധത്തിൽ നമ്മൾ വിശ്വസിക്കണം. യൂഖിനോ. പിന്നെ ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. 5-ാമത്തെ ആയത്ത് ഉലായിക, ഈ പറഞ്ഞ കൂട്ടർ, ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശേഷണം നൽകപ്പെട്ട ആളുകൾ അലാഹുദൻ, ശരിയായ സന്മാർഗത്തിലാണ് അവർ. മിർ റബ്ബിഹിം, അവരുടെ നാഥന്റെ പക്കൽ നിന്നുള്ള സന്മാർഗം ലഭിച്ചവരാണ്. വൗലായിക ഹും, അവര് തന്നെയാണ് അൽ മുഫ്ലിഹൂന, വിജയിച്ചവരും. വിജയിച്ച ആളുകളും ഇവര് തന്നെ. അപ്പൊ മുത്തഖീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ആ മുത്തഖീങ്ങൾക്കുള്ള വിശേഷണങ്ങൾ എന്താണെന്നും പറഞ്ഞു. അപ്പോ ഈ കാര്യങ്ങൾ മുഴുവനും പ്രായോഗികമാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മുത്തഖിയും മൂമിനും പിന്നെ മുഖർറബുമായ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളും ഔലിയാക്കന്മാരും ഒക്കെ ഇവര് തന്നെയാണ്. ഔലിയാക്കന്മാരാവുമ്പോൾ കുറച്ചും കൂടിയും ഡിഗ്രി കൂടും മുഖർറബാവുമ്പോൾ.
അള്ളാഹു ഈ ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും സ്വീകരിച്ച് ഉറപ്പിച്ച് പ്രായോഗികമാക്കണം. അപ്പോൾ 4ഉം 5ഉം ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദം മിൻ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇനി ഈ 2 ആയത്തിന്റെ തഫ്സീർ ഞാനൊന്ന് വായിക്കാം. വല്ലദീന യുസദ്ദിഖൂന ബികുല്ലി മാ വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വല്ലദീന യുസദ്ദിഖൂന ബികുല്ലി മാ ജിഅത ബിഹി അനില്ലാഹ്, അള്ളാഹുവിനെ തൊട്ട് ജാഅത ബിഹി അനില്ലാഹ് വബിമാ ജാഅത ബിഹി റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യം, അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നത് ഏതാണോ അതിനെ സത്യസന്ധമായിട്ട് അംഗീകരിക്കുക. അത് ഖുർആനാണ്. പിന്നെ വബിമാ ജാഅത ബിഹി റസൂൽ, പ്രവാചകന്മാർ കൊണ്ടുവന്നതിന് മിൻ ഖബ്ലിക, റസൂലിന്റെ മുമ്പായിട്ട് ലാ യുഫർരിഖൂന ബൈന കുതുബില്ല, അള്ളാഹിന്റെ കിതാബുകൾ പിന്നെ ഇടയ്ക്ക് ഒരു വിവേചനം കാണിക്കില്ല. വലാ ബൈന റുസുലിഹി, അവന്റെ പ്രവാചകന്മാരുടെ ഇടയിലും ഒരു വിവേചനം കാണിക്കാതെ എല്ലാം വിശ്വസിക്കുക. യഅ്തഖിദൂന ഇഅ്തിഖാദൻ ജാസിമൻ, ഉറച്ചു വിശ്വസിക്കണം. മിൻ ഗൈരി ശക്കിൻ വലാ ഇർത്തിയാബിൻ, ഒരു സംശയവുമില്ലാതെ ഉറച്ചു വിശ്വസിക്കണം. ബിദ്ദാരിൽ ആഖിറത്തി, പരലോകം കൊണ്ടും. പരലോകം നമ്മൾ കണ്ടിട്ടില്ല, നേരത്തെ നമ്മൾ വിശദമായി പറഞ്ഞു. പരലോകം നമ്മൾ കണ്ടിട്ടില്ല. ഖിയാമം നാളിൽ സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം നശിക്കും. അങ്ങനെ മഹ്ശറ സംഘടിപ്പിക്കപ്പെടും. മഹ്ശറ സംഘടിപ്പിക്കപ്പെട്ട് അതിൽ നബിയുടെ ശഫാഅത്തനുസരിച്ച് വിചാരണക്കെടുക്കും എല്ലാവരെയും. അങ്ങനെ വിചാരണ ചെയ്തുകൊണ്ട് സ്വർഗം നരകം ഏതാണെങ്കിൽ അതൊക്കെ അവിടെ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. അപ്പോഴാണ് ഈ ആഖിറം, ഖിയാമത്ത് നാൾ മുതൽക്ക് ആഖിറമായി, മഹ്ശറ മുതൽക്ക് അവിടെ ബാഴ്സുണ്ടാവും. മരിച്ചവരെ എല്ലാം പുനർജീവിപ്പിക്കും. പിന്നെ അവിടെ സ്വർഗം നരകം, ഹിസാബ്, മീസാനുണ്ട്. നന്മതിന്മകള് തൂക്കി നോക്കിക്കൊണ്ട് ഓരോരുത്തർ സഈദാണോ ഷഖിയാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടും. അവിടെ വിചാരണ ചെയ്യും എന്നൊക്കെയുള്ള, ഇതെല്ലാം ആഖിറത്തിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം വാസ്തവമായിട്ട് അംഗീകരിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബ്, അതിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഖുർആനിൽ വിശ്വസിക്കണം. അത് വളരെയധികം ഒരു പിന്നെ എതിർപ്പും കൂടാതെ കണ്ട് വിശ്വസിക്കണം. ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, മുമ്പ് ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട കിതാബുകളിലും വിശ്വസിക്കണം. ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ, പിന്നെ ഏതെല്ലാം ഏടുകളുണ്ടോ അതുകൊണ്ടെല്ലാം വിശ്വസിക്കണം. പരലോകം നമ്മൾ കണ്ടിട്ടില്ല, കാണാത്ത ആ പരലോകം കൊണ്ടും അതിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ, പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾക്ക് ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെല്ലാം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ, ഉറച്ചു വിശ്വസിക്കുമ്പോൾ മാത്രമാണ് മുത്തഖിയാവുക എന്നാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈകൽ മുത്തസിഫൂന ബിമാ തഖദ്ദമ മിനസ് സിഫാത്തിൽ ജലീലത്തി അലാ നൂരിൻ ബയാൻ വബസീറത്തിൻ മിനല്ലാഹ്. അങ്ങനെയുള്ള ആളുകൾ, ഈ വിശേഷണങ്ങളെല്ലാം ഉള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹുദ അവർക്ക് കിട്ടിക്കഴിഞ്ഞു, സന്മാർഗം കിട്ടിക്കഴിഞ്ഞു എന്നർത്ഥം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവര് തന്നെയാണ് വിജയിച്ചവര്. ഉലൈക ഹുമുൽ ഫായിസൂന
ബിദ്ദറജാത്തിൽ ആലിയ ഫീ ജന്നാത്തിൻ നഈം, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിച്ചുകൊണ്ട് വിജയിച്ചവരും അവർ തന്നെയാണ് എന്നാണ് ഇപ്പൊ ഈ 5 ആയത്തുകൾ. രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഈ അൽബഖറ സൂറത്തിലെ 2ാമത്തെ വീഡിയോ. അതെന്ന് പറഞ്ഞാൽ 232 വീഡിയോ. 32ാമത്തെ വീഡിയോയിൽ 3 സൂറത്ത് ആയത്ത് നമ്മൾ എടുത്തു. അങ്ങനെ മൊത്തം 5 ആയത്തുകൾ ഇപ്പൊ അൽബഖറയിൽ നിന്ന് എടുത്തു. അള്ളാഹു നമുക്ക് ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീഖ് തന്ന് നമ്മളെല്ലാവരെയും വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന എപ്പോഴും നമുക്കുണ്ടാവണം. അള്ളാഹുവിൻ്റെ ആ തൗഫീഖ്, അതിനു വേണ്ടി ഈ ആയത്തുകൾ, ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളും ചെയ്യണമെന്ന് മറ്റു വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഇതിലും ഞാൻ പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.